ഓഗസ്റ്റ് 11 വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ. 1194 ഇറ്റലിയിലെ അസീസിയിലാണ് വിശുദ്ധ ക്ലാര ജനിച്ചത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രബോധനമനുസരിച്ച് പരിപൂർണമായ ദാരിദ്ര്യത്തിൻ്റെതായ ജീവിതം നയിച്ച ആദ്യത്തെ സന്യസ്തരായിരുന്നു വിശുദ്ധ ക്ലാര. സൗന്ദര്യം, സദ്ഗുണങ്ങൾ, സവിശേഷമായ ബുദ്ധി സാമർഥ്യം എന്നിവയുടെ ഉടമയായിരുന്നു ക്ലാര. അവൾക്ക് 15 വയസ്സായപ്പോൾ മുതൽ നിരവധി പേർ വിവാഹാലോചനയുമായി അവളെ സമീപിച്ചു. എന്നാൽ ദിവ്യകാരുണ്യ ഭക്തിയും പ്രാർത്ഥനാരൂപിയും പ്രായശ്ചിത്ത ചൈതന്യവും പുലർത്തിയിരുന്ന വിശുദ്ധ ക്ലാര ഈശോയെ തന്റെ ആത്മീയവരനായി സ്വീകരിച്ചിരുന്നു. ഒരു ഓശാന ഞായറാഴ്ച മനോഹരമായി അണിഞ്ഞൊരുങ്ങി അവൾ പള്ളിയിൽ പോയി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. അന്ന് രാത്രി ക്ലാര തന്റെ പിതാവിന്റെ ഭവനം വിട്ട് ഫ്രാൻസിസിനെ കാണുവാൻ പോർസുഗല ദേവാലയത്തിൽ പോയി. വിശുദ്ധ ഫ്രാൻസിസും അദ്ദേഹത്തിന്റെ സന്യാസ സഹോദരന്മാരും കത്തിച്ച തിരികളുമായി അവളെ സ്വീകരിച്ചു. അവളുടെ പിതാവ് അവളെ കണ്ടെത്തി തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചപ്പോൾ അത് വിസമ്മതിക്കുകയും തനിക്ക് യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരു ഭർത്താവില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ക്ലാരയുടെ സഹോദരി ആഗ്നസ് അവളോടൊപ്പം അതേ ആശ്രമത്തിൽ ചേർന്നു. തുടർന്ന് കുറച്ച് സഹോദരിമാർ കൂടി അവൾക്കൊപ്പം ചേരുകയും വിശുദ്ധ ഫ്രാൻസിസിന്റെ ഉപദേശത്തിൽ അവൾ ഒരു സന്യാസിനി സഭയ്ക്ക് രൂപം നൽകി. അവർ ലോകത്തിൽ നിന്നുള്ള ഏകാന്തതയുടെയും ദാരിദ്ര്യത്തിന്റെയും ജീവിതം നയിച്ചു. ക്ലാരയും അവളുടെ സഹസന്യാസിനിമാരും പാദരക്ഷകൾ ധരിക്കാതെയും മാംസം കഴിക്കാതെയും ജീവിച്ചു പോന്നു. മിക്ക സമയത്തും അവർ നിശബ്ദത പാലിച്ചു. ഇന്നസെന്റ് 4 മാർപ്പാപ്പയുടെ അനുവാദത്തോടെ പരിപൂർണ ദാരിദ്ര്യത്തിൻ്റെതായ ജീവിതം നയിച്ചിരുന്ന വിശുദ്ധയും അവളുടെ സഹസന്യാസിനികളും നയിച്ചു വന്നത്. 1224 ഫെഡറിറ്റ് രണ്ടാമന്റെ പട്ടാളക്കാർ അസീസിയെ ആക്രമിച്ചു. അവർ കോൺവെന്റിനെ ആക്രമിക്കുവാൻ തുടങ്ങിയപ്പോൾ ക്ലാര തന്റെ കയ്യിൽ പരിശുദ്ധ കുർബാന അടങ്ങുന്ന അരളിക്ക ശത്രുക്കൾക്ക് കാണുന്ന രീതിയിൽ വഹിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എന്റെ കർത്താവെ, നിന്നെ സ്തുതിക്കാത്തവരുടെ ആത്മാക്കളെ ആ മൃഗങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കരുതേ. നിന്റെ ദാസികളെ സംരക്ഷിക്കണമേ. ഉടൻ തന്നെ എപ്പോഴും നിങ്ങളെ സംരക്ഷിക്കും എന്നൊരു സ്വരം കേൾക്കുകയും ശത്രുക്കൾ പേടിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്തു. വർഷങ്ങളോളം വിശുദ്ധ ക്ലാരയുടെ ഭക്ഷണം വിശുദ്ധ കുർബാന മാത്രമായിരുന്നു. 1253 ഓഗസ്റ്റ് 11 വിശുദ്ധ ക്ലാര തന്റെ സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക് യാത്രയായി.